ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പല്ലിയെ ഒടിക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിനായി ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് ബോയിൽ ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിത് ഗ്യാസ് ഒന്ന് കത്തിച്ചതിന് ശേഷം വെള്ളം ചൂടാക്കാൻ വെക്കുന്നുണ്ട്. ഇത് മറ്റൊന്നല്ല, നമ്മുടെ ചായ ഒക്കെ ആക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നല്ല കൂടുതലായി ചായപ്പൊടി ഇടണമെന്ന് മാത്രം. ഇത് നന്നായി ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ചധികം ചായപ്പൊടി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല കടുപ്പം വേണം, എങ്കിലേ ഇത് ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. ഒരു 4 സ്പൂണോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചായപ്പൊടി. ഇനി ഇത് നന്നായി ഒന്ന് പതിച്ച് വരുന്ന സമയത്ത് നന്നായി ഒന്ന് വെട്ടി തിളച്ചോട്ടെ കേട്ടോ. അതിനുശേഷം നമുക്കൊന്ന് ഓഫാക്കി എടുക്കാം. അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഓഫാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരല്പം വിനാഗിരിയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. സാധാ വിനാഗിരിയാണ്. ഏത് വിനാഗിരി വേണമെങ്കിലും ഒഴിക്കാം. സിന്തറ്റിക്കോ വൈറ്റോ ഏത് വേണമെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വിനാഗിരി ഞാൻ ഒരല്പം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അത് നന്നായി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് അടുത്തതായി വേണ്ടത് സിട്രിക് ആസിഡ് കേട്ടോ. സിട്രിക് ആസിഡിൻ്റെ ഒരു പാക്ക് നമുക്ക് കടയിൽ നിന്നൊക്കെ ലഭ്യമാകും. ഇനി ഇല്ലെങ്കിൽ നിങ്ങളെ കയ്യിൽ കിട്ടാനില്ലാത്തൊരു അവസ്ഥയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു ഹാഫ് നാരങ്ങയുടെ നീരെടുത്താൽ മതി കേട്ടോ. അപ്പം നാരങ്ങ ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങ തന്നെ വേണമെന്നില്ല, ഉണങ്ങിയ നാരങ്ങ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് ഞാൻ ഈ ഒരു നാരങ്ങയാണ് എടുക്കുന്നത്. ഇതിൻ്റെ ആ ഒരു നീര് നന്നായിട്ടൊന്ന് ഇതിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് നീരെടുക്കാം കേട്ടോ. ഇനി ഇതാണ് നമ്മുടെ ആ ഒരു കൂട്ടെന്ന് പറയുന്നത്. ഇത് നന്നായി ഒന്ന് ഇതിൽ ആഡ് ചെയ്തതിന് ശേഷം ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നന്നായി ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ അത് ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ തന്നെ അതിൻ്റെ ആ ഒരു തെളി നമുക്ക് കിട്ടും. ഇനി ഇത് സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് പല്ലിയെ തുരുത്താനുള്ള നല്ലൊരു കോംബോയാണ്. പല്ലി വരുന്ന ഏതൊക്കെ ഭാഗങ്ങളുണ്ടോ ആ ഭാഗങ്ങളിലൊക്കെയാണ് നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഭാഗങ്ങളിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ആക്കാൻ പറ്റും. അതായത് നമ്മൾ ഒരാഴ്ച വരെയൊക്കെ നമുക്കിത് വെച്ചിട്ട് യൂസ് ചെയ്യാം. പിന്നെ നമുക്കത് വീണ്ടും ഉണ്ടാക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ കൂടുതലും നമ്മുടെ പല്ലിയൊക്കെ വരുന്ന ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ജനാലക്കരികിൽ, അതുപോലെ ട്യൂബിൻ്റെ താഴെ, മതിലിൽ ഒക്കെയാണല്ലോ കൂടുതലായും വരാം. അപ്പോൾ ആ ഭാഗത്തൊക്കെ ഇതുപോലെ ഒന്ന് കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പല്ലിക്ക് നല്ല എഫക്റ്റ് ആയിരിക്കും കിട്ടുക. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ വാളുകളിൽ പല്ലി പറ്റി പിടിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ജനലക്കരികിൽ, അതുപോലെ തന്നെ ഭിത്തികളിൽ, ടിവിൻ്റെ സൈഡിൽ, ട്യൂബിൻ്റെ താഴെയൊക്കെ ആയിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് വളരെ എഫക്റ്റാണ്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായി.